ഹേ ഗായ്സ്, ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഈ ഐറ്റം കൊണ്ട് നമ്മൾ ചെരുപ്പ് ഒട്ടിച്ചായിരുന്നു. ഇത് ചെരുപ്പ് ഒട്ടിക്കുന്ന ഐറ്റം ആണ്. ഈ ചൈനക്കാരനെ കൊണ്ട് നമ്മൾ ചെരുപ്പ് ഒട്ടിച്ചായിരുന്നു. പക്ഷേ ഇവൻ അന്ന് ഫെയിലായിരുന്നു. നമ്മളെ റിസൾട്ട് ഫെയിലാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന ചെരുപ്പും ഷൂ ഒക്കെയാണ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചെരുപ്പിൻ്റെ ഈ ഭാഗം, അതുപോലെ നമ്മുടെ ഷൂവിൻ്റെ ഈ ഒരു ഭാഗമൊക്കെയാണ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ ചെരുപ്പും നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് ഫെയിലായതാണ്. ഒരുപാട് കമൻറ്റുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ സാധനം കൊണ്ട് ചെയ്ത് ഫോൾട്ടാണ്. ഓക്കെ, അത് നമ്മൾ സമ്മതിക്കുന്നു. കാരണം നമ്മൾ ചെയ്തതിൽ കുറച്ച് പിഴവ് വന്നിട്ടുണ്ട്. കാരണം ഇതിനകത്ത് എഴുതിയേക്കുന്ന ചൈനയിലായതുകൊണ്ട് നമ്മളിത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ലോക്കൽ ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന ഗ്ലൂ വെച്ച് ചെയ്യുന്ന അതേ ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ ഗ്ലൂവിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഇത് അങ്ങനെ ചെയ്യേണ്ട ഒരു ഐറ്റം അല്ലാതെ നമ്മൾ ഇതിൻ്റെ പിന്നിൽ എഴുതിയിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ വായിച്ചപ്പോഴാണ് നമുക്കും അത് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ സാധനത്തിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇതിൻ്റെ പിന്നിൽ എഴുതിയേക്കുന്നത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ 10 മിനിറ്റ് നേരം നമ്മൾ ഇത് തേച്ച് വെച്ചതിന് ശേഷം, നമ്മൾ ഈ ഷൂവിനകത്ത് എവിടെയാണോ നമുക്ക് ഒട്ടിക്കേണ്ടത് പേസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ഒട്ടിക്കാൻ പാടില്ല. നമ്മൾ 10 മിനിറ്റ് ഇത് തേച്ച് അതിനൊന്ന് ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതായത് ഒന്നെങ്കിൽ ഹീറ്റർ വെച്ച് നമ്മൾ ചൂടാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല വെയിലത്ത് അങ്ങനെ കൊണ്ടുവെക്കണം. അങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞതിന് ശേഷം 10 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം മാത്രമേ നമ്മളിത് പ്രസ് ചെയ്തിട്ട് ഒട്ടിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒട്ടിക്കുന്ന ഈ ഐറ്റം നമ്മൾ ഒരു ദിവസം ഇത് ക്യൂർ ആവാൻ വേണ്ടി വെക്കേണ്ടതായിട്ടുണ്ട്. ഒരു ദിവസമാണ്, 24 മണിക്കൂർ വേണം ഇത് ഒട്ടി കിട്ടണമെങ്കിൽ. നമ്മൾ വിചാരിച്ച പോലെ ഇത് ഈസി ആയിട്ട് ഒട്ടുന്ന സാധനമൊന്നുമല്ല. 24 മണിക്കൂർ കഴിഞ്ഞാലേ ഇത് ഒട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ആദ്യം ഇവർ പറഞ്ഞേക്കുന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനകത്ത് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഗൈസ്. വാ ഗൈസ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഷൂവിന് മുകളിൽ തന്നെയാണ്. ഇത് നമ്മൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന പോലെ തന്നെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എവിടെയാണോ ഒട്ടിക്കേണ്ടത് ആ ഏരിയയിൽ 2 ഭാഗത്തായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ലൈൻ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ, കണ്ടോ? കുറച്ചൊക്കെ ഇവിടെയൊക്കെ ആയിട്ട് തേച്ച് കൊടുക്കാം. ഏകദേശം ഞാൻ കൈ കൊണ്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പം നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്, നോക്കിയാൽ നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു വശത്തും കൂടെ തേക്കേണ്ടതായിട്ടുണ്ട്. ഇതേ വേണ്ട, ഒലിച്ചിറങ്ങുന്നു വേണ്ട. ഈ ഒരു ഭാഗത്തോടെ വിരലുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ കൈ കൊണ്ടൊന്നും ആരും ചെയ്യരുത്. നോക്കിയാൽ ഇപ്പം നമ്മളിത് 2 സൈഡിലായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അന്ന് ചെയ്തേക്കുന്നത് നമ്മൾ ഇതുപോലെ തേച്ചിട്ട് ഒറ്റയടിക്ക് അങ്ങ് ഒട്ടിച്ചാണ് ചെയ്തത്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളൊരു 10 മിനിറ്റ് ഇതിനെ വെയിലത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ചെരുപ്പാണ്. ചെരുപ്പിൻ്റെ ഈ 2 സൈഡിലും ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കാം. ഇത് ഞാൻ കൈ കൊണ്ട് തന്നെ തേക്കുവാണ്, കണ്ടോ? അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ചൊന്നുമല്ല. ഇതിൽ വരുന്നതിനനുസരിച്ച് ഞാൻ എടുക്കുന്നുണ്ട്, കണ്ടോ? ഗൈസ്, ഇതും ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇതും ഞാൻ നല്ല രീതിയിൽ തേച്ചിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയിൽ തേച്ച് വെച്ചിട്ടുണ്ട്. ഗൈസ്, അടുത്തായിട്ട് നമ്മുടെ ഈ ചെരുപ്പിനെ ഞാൻ പണ്ട് കട്ട് ചെയ്തിട്ട് തേച്ചായിരുന്നു. ഇത് പിന്നെ നമുക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ തേച്ച് വെച്ചിട്ടുണ്ട്. മച്ചന്മാരെ, നമ്മളിത് 3 സാധനത്തിലും തേച്ച് വെച്ചിട്ടുണ്ട്. 2 ചെരുപ്പിലും ഈ ഷൂവിനകത്ത് തേച്ച് വെച്ചിട്ടുണ്ട്. ആക്ച്വലി നമുക്കിത് ചെയ്യേണ്ടത്, നമ്മളിത് ഹീറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഹീറ്റർ വേണം, ഹീറ്റർ മെഷീൻ വേണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് ഈ ഹീറ്റർ മെഷീൻ ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല. പുറത്തിറങ്ങിയിട്ട് ആ വെയിലത്തോട്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ വെയിലത്തോട്ട് വെക്കാൻ വേണ്ടി പോവുകയാണ്. വെയിലത്ത് വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇവിടെ നല്ല വെയിലാണ്, അസാധ്യ വെയിലാണ്. ഏകദേശം ഒരു 45 ഡിഗ്രിയെങ്കിലും ചൂടുണ്ടാവും. ഇവിടെ അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ തേച്ച് വെച്ചിട്ടുള്ള നമ്മളെ ഈ 3 സാധനവും ഞാൻ ഇവിടെ വെക്കുവാണ്. ഇവിടെ താഴെയാണ് വെക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമ്മളിങ്ങനെ ഇവിടെ വെക്കണം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അത് എടുത്തിട്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുകളിൽ എന്തെങ്കിലും വെയിറ്റ് കയറ്റി വെക്കുകയോ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ 24 അവേഴ്സ് നമ്മളിത് വെയിറ്റ് ചെയ്യണം, 24 മണിക്കൂർ. അപ്പോൾ നമ്മളത് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തിരിച്ചെടുക്കാം. ഗൈസ്, അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ സാധനം വേണ്ട അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം, എടുത്തു തരാം. ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് അകത്ത് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഇത് എത്രത്തോളം പവർഫുൾ ആയിട്ട് ഒട്ടുന്നുവെന്ന് നോക്കണ്ടേ.
അങ്ങനെ നമ്മളിത് 10 മിനിറ്റ് വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. സംഭവം ഈ ചെരുപ്പ് അബദ്ധത്തിൽ ഒട്ടിപ്പോയി. നോക്കിക്കേ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അമർത്തിയതേ ഉള്ളൂ, ഒട്ടിപ്പോയി. നോക്കി അത് വലിച്ചിട്ട് കിട്ടുന്നില്ല. വേണ്ട, നല്ല പവർഫുൾ ഐറ്റോട്ടോ ഇത്. അപ്പൊ സംഭവം നമ്മളെ കയ്യിൽ ഇത് ഫോൾട്ട് വന്നത് തന്നെയാണ്, നമ്മൾ ഇതിന്റെ ഈ ഇൻസ്ട്രക്ഷൻ വായിക്കാതെ ചെയ്തത് കൊണ്ട് തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് പറയുന്നത് 24 hours വെക്കണം എന്നാണ്. ഇതിപ്പോ ഇൻസ്റ്റന്റ് ആയിട്ടാണ് ഒട്ടുന്നത്. 24 മണിക്കൂർ വെക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അതേ വാ, ഇത് ഒട്ടിച്ച് നോക്കാം. ഇതിപ്പോ ഞാൻ ഒട്ടിക്കാൻ വേണ്ടി പോവാണ്. നോക്കാം, ഇതിപ്പോ പശ ഇവിടെ ഒട്ടുന്നുണ്ട്. ഞാൻ അമർത്തി വെച്ചിരിക്കുകയാണ്. എടാ ഒട്ടിയടാ, ഇത് നോക്കിയത് സംഭവം ഒട്ടി. അയ്യോ എൻ്റെ മോനെ, ഇത് എന്ത് സാധനടത്. ഇത് ഒട്ടിപ്പോയി കേട്ടോ, നല്ല പവർഫുൾ ആയിട്ട് ഒട്ടിയിട്ടുണ്ട്. നോക്കിയാ, ഒന്ന് നല്ല ടൈറ്റാക്കി വലിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചൊന്ന് പിടുത്തം വിടുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ 24 മണിക്കൂർ ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും വെച്ച് ടൈറ്റ് ചെയ്തിട്ട് വെക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ അമർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് വെക്കുവാണ്. ഇനി പൊളിച്ചെടുക്കുന്നില്ല, പൊളിച്ചെടുക്കാൻ നമ്മൾ ട്രൈ ചെയ്യുന്നില്ല. അടുത്തതായിട്ട് ഈ സാധനമാണ് കണ്ടാ, നമ്മുടെ ചെരുപ്പാണ്, ചെരുപ്പ്. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ ഞാൻ അമർത്തി വെക്കുവാണ് കണ്ടാ. അപ്പോൾ ഇത് കുറച്ച് പുറത്തോട്ടൊക്കെ ചാടിയിട്ടുണ്ട്. ഞാൻ നോക്കിയാൽ, അപ്പോൾ ഇത് സംഭവം കമൻറ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് നമ്മളിത് വീണ്ടും റീടെസ്റ്റ് ചെയ്തത്. ഒരുപാട് ആൾക്കാർ കമൻറ്റ് വന്നു, ഇത് ചൂടാക്കിയിട്ട് വേണം ചെയ്യാൻ, നീ ചെയ്തത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വലിയ താങ്ക്സ് ആണ്. കാരണം നമ്മളെ അടുത്ത് വന്ന ഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ കമ്പനി മോശമാണെന്ന് നമ്മൾ കാണിച്ചായിരുന്നു. വീഡിയോയിൽ കാണിക്കുന്നത് പോലെയല്ല, ഇത് പക്കാ ഉടായിപ്പാണ് കഴിച്ചത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ തിരുത്തി പറയേണ്ട അവസ്ഥയായിട്ടുണ്ട്. സംഭവം സൂപ്പറായിട്ട് ഒട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഒട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിത് പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ ഈ ഷൂവിൻ്റെ കാര്യത്തിൽ കുറച്ച് ടെൻഷൻ ഉണ്ട്. കാരണം പുറത്തോട്ട് വരുന്നുണ്ട്, കുറച്ചൊക്കെ പുറത്തോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഈ ചെരുപ്പിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല കേട്ടോ, നന്നായിട്ട് ഒട്ടിപ്പോയി. അതുപോലെ ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഉണ്ട്. കാരണം ഇത് ചിലപ്പോൾ നമ്മളിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇത് വിട്ടുപോകാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ സെറ്റിംഗ് പവർ 24 മണിക്കൂറാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ വെക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ഇത് നമ്മൾ 24 മണിക്കൂറൊന്നും വെക്കേണ്ടി വരില്ല. അപ്പോൾ ഞാനൊരു 2-3 മണിക്കൂറും കൂടെ എക്സ്ട്രാസ് ഇത് വെക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്കൊന്നും ഇങ്ങനെ പിടിച്ച് വലിച്ചു നോക്കാം. 24 hours വെക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി എന്തായാലും 2 മണിക്കൂർ കഴിയട്ടെ, എന്നിട്ട് നമുക്കിത് ഇതൊക്കെ ഒന്ന് വീണ്ടും പൊളിക്കാൻ ശ്രമിച്ചു നോക്കാം. അപ്പോൾ അതേ മച്ചാന്മാരെ, നമ്മളിത് 2-3 മണിക്കൂർ, ഏകദേശം 2-2.5 മണിക്കൂറോളം നമ്മളിതിനെ ഇങ്ങനെ ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം 24 മണിക്കൂറാണ് അവർ പറയുന്ന സമയം. അത്രയും സമയം വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഇത് വീണ്ടും ഒന്ന് പൊളിച്ചു നോക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ചെരുപ്പിൽ നോക്കാം ഇത് ഒട്ടിയിട്ടുണ്ടോന്ന്. അയ്യോ, ഞാൻ ഒന്ന് മൊത്തത്തിലൊന്ന് ആക്കി വെക്കാൻ വേണ്ടി പോവാണ്. ഇത് നോക്കണത് സാധനം അടിപൊളി കേട്ടോ, അടിപൊളി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒട്ടിച്ചപ്പോൾ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു, ജസ്റ്റ് പിടിച്ചപ്പോൾ തന്നെ പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ 2 മണിക്കൂറേ കഴിഞ്ഞുള്ളൂ കേട്ടോ, ഒരു 2-2.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. സംഭവം സെറ്റ് ആയിട്ടുണ്ട്. നോക്കിയാ, ഈ കൂടുതൽ ഞാൻ പിടിച്ച് വലിക്കുന്നില്ല, കാരണം 24 മണിക്കൂർ വെക്കാത്തതുകൊണ്ട്. അടുത്തായിട്ട് ഈ ചെരുപ്പ് ഇതേണ്ട, ഇത് ലേഡീസ് ചെരുപ്പാണ്. നമ്മളിത് മൊത്തം ഒട്ടിച്ചേക്കുന്നതാണ്. ഇത് പറിക്കാൻ, ഇത് നമ്മൾ നേരത്തെ വെയിലത്ത് വെച്ച് എടുത്തോണ്ട് പോരുന്ന സമയത്ത് തന്നെ ഒട്ടിപ്പോയതാണ്. അപ്പൊ തന്നെ ഇത് കിട്ടുന്നില്ല. സംഭവം സെറ്റാണ് കേട്ടോ, സെറ്റ്, ഒന്നും പറയില്ല, സെറ്റ്. അടുത്തായിട്ട് നമ്മുടെ ഷൂ ആണ്. ഷൂ ഇത് വലിച്ചിട്ട് കിട്ടണില്ല കേട്ടോ, ഇത് നല്ല രീതിയിൽ ഒട്ടിപ്പോയിട്ടുണ്ട്. സംഭവം അടിപൊളിയായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി അധികം ഞാൻ ഓഫ് സ്ട്രെയിൻ എടുത്ത് ഞാൻ അത് വലിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൊളിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. കാരണം അവർ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ 24 മണിക്കൂർ വെക്കാത്തതുകൊണ്ട് പൊളിഞ്ഞു വരുമോ എന്നുള്ളത് അറിഞ്ഞൂടാ. എന്തായാലും സംഭവം അടിപൊളി കിടുക്കാച്ചായിട്ട് ഒട്ടിയിട്ടുണ്ട്. നോക്കിയാൽ കിടുക്കാച്ചായിട്ട് ഒട്ടിയിട്ടുണ്ട്. എൻ്റെ വിരൽ കൊണ്ട് എനിക്ക് വലിക്കാവുന്ന മാക്സിമം വെയിറ്റ് എടുത്ത് ഞാൻ വലിച്ചിട്ടുണ്ട്. ഇത് പോരുന്നില്ല. അടിപൊളി, അടിപൊളി, ഒരു കുഴപ്പമില്ല ഗൈസ്. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്തതിൽ നമുക്ക് അബദ്ധം പറ്റിയേക്കുന്നത് ഈ സാധനത്തിൽ മാത്രമാണ്. ഈ സാധനം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതിനകത്ത് എഴുതിയത് ചൈനയിലായതുകൊണ്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാതെ
ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാതെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത്. എല്ലാവരോടും സോറി. കാരണം ഈ പ്രൊഡക്റ്റ് ഇപ്പം ചെയ്തതുപോലെയാണ് ചെയ്യേണ്ടത്. ചൂടാക്കിയതിന് ശേഷം മാത്രമേ നമ്മളിത് ഒട്ടിക്കേണ്ട 2 വശവും ചേർത്ത് ഒട്ടിക്കാൻ പാടുള്ളൂ. 24 hours ഇതിനെ ക്യൂർ ചെയ്യാൻ വേണ്ടി വെക്കുകയും വേണം. നമ്മളിപ്പോൾ 2.5 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. സംഭവം കിട്ടിക്കാച്ചായിട്ട് ഒട്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിക്കാച്ചായിട്ട് ഒട്ടിയിട്ടുണ്ട്. സൂപ്പർ ഐറ്റം കേട്ടോ ഇത്. നമ്മൾ ഇതിനെ ഒരുപാട് കുറ്റം പറഞ്ഞ് ഇത് മോശമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് സംഭവം അടിപൊളി ഐറ്റമാണ്. നമ്മളെ പറഞ്ഞതെല്ലാം മാറ്റി പറയുകയാണ്. മച്ചന്മാരെ, ഈ പ്രൊഡക്റ്റ് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇതിന്റെ ലിങ്ക് താഴെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റിയ ഒരു ലിങ്ക്, നമ്മുടെ വെബ്സൈറ്റിലെ ലിങ്ക്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത എല്ലാ പ്രൊഡക്റ്റിന്റെയും, എല്ലാ നല്ല പ്രൊഡക്റ്റിന്റെയും ലിങ്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഇത് കിടുക്കാച്ച ഐറ്റം കേട്ടോ, കിടുക്കാച്ച ഐറ്റം.